ഹായ്, ഞാൻ മെൽവിൻ, ഇൻറ്റീരിയർ ഡിസൈനർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടിൻ്റെ റെസിഡൻഷ്യൽ ഇൻറ്റീരിയർ പ്രൊജക്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു വർക്ക് ഇതിൻ്റെ കിച്ചണിൻ്റെ വർക്കായിരുന്നു. അപ്പോൾ ഈ കിച്ചൺ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിലാണ്. ഈ ലിവിങ് ഏരിയയോട് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇവരുടെ കിച്ചണും വരുന്നത്. അപ്പോൾ ഒരു സി ഷേപ്പ് കിച്ചണാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ടുള്ളൊരു വർക്ക് നമുക്ക് ഈ ഓപ്പൺ കിച്ചണും അതുപോലെ തന്നെ ഈ ഒരു ടോയ്ലറ്റിൻ്റെ വാൾ പാനലിങ് വരുന്നത്. വാൾ പാനലിംഗ് എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു ഹിഡൻ ഡോറായിട്ട്, അതായത് ടോയ്ലറ്റിൻ്റെ ഡോറാണ് വരുന്നത്. അപ്പോൾ അത് ഒരു ഡോറ് ഇല്ല എന്നുള്ള രീതിയിൽ കാണുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ പാനലിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയായിട്ട് നമ്മൾ സി ഷേപ്പ് കിച്ചൺ നമുക്ക് കാണാം. ഇവിടെയായിട്ട് നമുക്കൊരു വർക്കിംഗ് കൗണ്ടർ, അതുപോലെ തന്നെ ഡൈനിങ് സ്പേസാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഡൈനിങ് ടേബിളായിട്ട് നമ്മൾ ഈ ഒരു വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ നമുക്ക് വർക്കിംഗ് കൗണ്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇത് അത്ര സ്പേഷ്യസ് അല്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡൈനിങ് എന്നൊരു പ്ലാനിങ്ങിൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണുന്നത് ഇതിൻ്റെ ഹിഡൻ ഡോറിൻ്റെ വർക്കാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പാനലിങ് നമുക്കിതിൽ ഏതാണ് ഡോറ് അല്ലെങ്കിൽ ഏതാണ് വോൾ എന്നുള്ളത് കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ത്രൂ ഔട്ട് നമ്മൾ ഒരു ആർക്കിട്രേവ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മൊത്തത്തിലൊരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഹുഡ് ആൻഡ് ഹോബിൻ്റെ അവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരു പൈപ്പ് ഇങ്ങനെ ഓപ്പണായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പൈപ്പ് ഹിഡൻ ആക്കിയിട്ട് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ആർക്കിട്രേവ് കോർണീസ് പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഫൈബറിൻ്റെ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഹുഡ് ആൻഡ് ഹോബ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ ഫിറ്റിങ്സും എപ്കോടെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു റോളിങ് ഷട്ടർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ടാണ് കിച്ചണിൻ്റെയും സിങ്കിൻ്റെയും ഒക്കെ ഏരിയ വരുന്നത്. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു വെജിറ്റബിൾ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് റെഡിമെയ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ബാസ്ക്കറ്റ് അല്ല, നമ്മൾ PVC ബോഡിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വെജിറ്റബിൾ ബാസ്ക്കറ്റാണ്. പിന്നെ ഒരു 2 ടാൻഡം ബോക്സ്, കട്ട്ലറി ട്രേ, അങ്ങനെയൊക്കെയാണ് ഇതിലുള്ള ഫിറ്റിങ്സ് വരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ മൊത്തമായിട്ടുള്ള ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ കാണിക്കാം. അതുവരേക്കും